ഗുഡ് മോർണിംഗ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നമുക്ക് അല്പസമയം ആയിരിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കാരുണ്യവനായ കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം നമുക്ക് താഴ്മയോടെ ആയിരിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്നതായ വേദഭാഗം റോമർ 12:6 വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നു: ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനം എങ്കില് വിശ്വാസത്തിന് ഒത്തവണ്ണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ചിന്തയ്ക്ക് ആധാരമായ വിഷയം എന്ന് പറയുന്നത് താണ ജോലിയിലും തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിവിധ തരത്തിലുള്ളതായ ജോലികൾ ചെയ്യുന്നതായ ആളുകൾ ഉണ്ട്. ചെറിയ ജോലി ചെയ്യുന്നവരുണ്ട്, വലിയ ജോലികൾ ചെയ്യുന്നവരായ ആളുകളുണ്ട്, ധാരാളം ശമ്പളം വാങ്ങുന്നതായ ആളുകളുണ്ട്, കുറച്ച് ശമ്പളം വാങ്ങുന്നതായ ആളുകളുണ്ട്. എങ്കിൽ നാം ചിന്തിക്കേണ്ടതായ വിഷയം, ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അങ്ങനെ കാണുന്നു. ഏത് ചെറിയ ജോലിയായാലും നമ്മൾ അതിനെ ആ രൂപത്തിൽ ചിന്തിക്കുന്നു അല്ലെങ്കിൽ കാണുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ആ വേലയിൽ ആത്മാർത്ഥത കാണിക്കാൻ തക്കൊന്ന് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വേലയുടെ ഭാഗത്ത് നിൽക്കുന്നതായ ആളുകൾ ചിന്തിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വേലയെ കുറച്ച് കാണരുത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേല എന്ന് പറയുന്നത് ദൈവത്തിന്റെ വേലയാണ് എന്ന് നമ്മൾ കാണണം. കാരണം ദൈവത്തിന്റെ വേലയിലായിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെയും എന്ത് ചെയ്യും, നമുക്ക് നേരിടും. പക്ഷേ നാം ആർക്ക് വേണ്ടിയാണ് വേല ചെയ്യുന്നതായ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഈ ലോകത്തിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും യോഗ്യമായ വേല ലഭിക്കും. പക്ഷെ അതിനേക്കാളും എത്രയോ മടങ്ങ് വലുതാണ് ദൈവത്തിന്റെ വേല ചെയ്യുക എന്നുള്ളത്. ഈ അഖിലാണ്ടം മുഴുവനും സൃഷ്ടിച്ചതായ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുക എന്നുള്ളത് ഏറ്റവും മനോഹരമായ കാര്യമാണ്. ആയതിനാല് നാം ചെയ്യുന്നതായ വേല എന്ത് ചെയ്ത് നമ്മൾ ഉറച്ചു കാണുന്നത് ഏറ്റവും അനുഗ്രഹപൂർണമായ വേലയാണ് നമ്മൾ ചെയ്യുന്നുള്ളതായ ഉത്തമ ബോധം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് 1 കൊരിന്ത്യർ 4:11-13 വാക്യം നമ്മൾ വായിക്കുന്നതായ സമയത്ത് അവിടെ പറയുന്നത്, നാം എന്തുമാത്രം കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്ക സാധിക്കുന്നു. നോക്കണേ, ഈ നാഴിക വരെ ഞങ്ങള് വിശന്നും ദാഹിച്ചും ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നതായ പ്രിയപ്പെട്ടവർ അനുഭവിച്ചതായ പ്രയാസങ്ങളെ കുറിച്ചാണ് അവിടെ കാണുവാൻ തക്ക സാധിക്കുന്നത്. ഈ നാഴിക വരെ ഞങ്ങള് വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും പിന്നെ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. പിന്നെന്താ, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. നമ്മൾ ശകാരിക്കുന്നവരെ നിന്നു നമ്മൾ ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങള് ലോകത്തിന്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. ദൈവവേലയുടെ ഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇവയൊക്കെയും നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവയെല്ലാം എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നുള്ളതായ ആ പൂർണ്ണ ബോധത്തോടു കൂടി എന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തിന്റെ വേല ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അനുഗ്രഹിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഓരോരുത്തർക്ക് അവരവർക്ക് ദൈവത്തിന് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ളതായ വേലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവനവന്റെ ഇഷ്ടത്തിനല്ല. ഓരോരുത്തരെയും ദൈവം ഏതു രൂപത്തിൽ വിളിച്ചിരിക്കുന്നുവോ അത്തരത്തിലുള്ളതായ വേല ആണ് ചെയ്യേണ്ടത്, അല്ലെ? ഇവിടെ 1 പത്രോസ് 4:10 വാക്യം പറയുന്നത്, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ളതായ ദൈവ കൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിക്കും. നല്ല ഗ്രഹവിചാരകന്മാരായി വേണം ചെയ്യാനായിട്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ. അലക്ഷ്യമായിട്ട് ദൈവവേല ചെയ്യരുത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഏത് താണ ജോലിയും ഏത് ചെറിയ ജോലിയായാലും നമ്മൾ എന്ത് ചെയ്യണം, അഭിമാനത്തോടു കൂടി ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വിശേഷിച്ചും ദൈവത്തിന്റെ വേല അത് അഭിമാനത്തോടു കൂടി ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കണം. നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഏറ്റപ്പോൾ അവർ സന്തോഷത്തോടു കൂടി ആ വേല ചെയ്ത് പൂർത്തീകരിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ക്രിസ്തുവിന്റെ വിദ്യാലയത്തില് വിനയത്തിന്റെ സർവ്വപ്രധാനമായ പാഠം പഠിച്ചവർ
ദൈവത്തിനായി നല്ല വേല എന്ത് ചെയ്യും. സകലത്തിലും മതിയായ യേശുവിനെ മനുഷ്യവർഗത്തിന്റെ പ്രയോജനത്തിനായി അവതരിപ്പിച്ചുകൊണ്ട് അത്തരം സ്ത്രീ പുരുഷന്മാർ ലോകത്തിന് എന്ത് ചെയ്യും? നന്മ ചെയ്യും. സഭയിലെ എല്ലാ അംഗങ്ങളും അവരുടെ ചുമതല മനസ്സിലാക്കുമ്പോൾ നിർവഹിക്കപ്പെടുവാൻ അവർക്ക് മുമ്പിൽ എത്തുന്ന ചുമതലകളെ വിനയത്തോടെ ഏറ്റെടുക്കുമ്പോൾ വേല, അവർ ചെയ്യുന്നതായ ഓരോ വേലയും അത് വിജയത്തിൽ എത്തിച്ചേരും. ദൈവം എല്ലാ മനുഷ്യർക്കും അവരുടെ വിവിധ കഴിവുകൾക്കൊത്ത പ്രവൃത്തി നൽകിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും കഴിവുകൾക്ക് അനുസരിച്ചുള്ളതായ വേല ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ഈ അന്ത്യകാലത്തില് നമുക്ക് സാധിക്കണം എന്ന് പ്രസ്താവിക്കുകയാണ്. നോക്കണേ, യജമാനു വേണ്ടി ജോലി നിർവഹിക്കുക എന്നത് ഇക്കാലത്ത് അത്ര ലഘുവായ അല്ലെങ്കിൽ ചെറിയ കാര്യം അല്ല. നിരന്തരം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ യഥായോഗ്യം പരിഹരിക്കുകയും ചെയ്താൽ പക്ഷേ എത്രമാത്രം ചഞ്ചലങ്ങളെ ഒഴിവാക്കാൻ കഴിയും. ദൈവവചനം പറയുന്നു, നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളത് കൊണ്ട് പ്രവചനമെങ്കില് വിശ്വാസത്തിന് ഒത്തവണ്ണം, ശുശ്രൂഷയെങ്കില് ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കില് ഉപദേശത്തില്, പ്രബോധിപ്പിക്കുന്നവനെങ്കില് പ്രബോധനത്തില്, ദാനം ചെയ്യുന്നവൻ, ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ, ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ, പ്രസന്നതയോടെ ആകട്ടെ. ഏത് വേല ചെയ്താൽ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഏത് വേല ചെയ്താലും അത് സന്തോഷത്തോടുകൂടി ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് അത് ദൈവത്തിന് വേണ്ടി, ഈ അഖിലാണ്ടത്തിന് സൃഷ്ടിതാവായ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണരാക്കി മാറ്റും നിങ്ങളെ എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. ഇവിടെ വീണ്ടും പറയുന്നത്, യജമാനു വേണ്ടി കർത്തവ്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു. പലർക്കും ചെറിയ തരം ജോലികൾ ആയതിനാല് അവർ വളരെ പെട്ടെന്ന് അതൃപ്തർ ആയിത്തീരുന്നു. തങ്ങള് അധ്യാപകരോ നേതാക്കന്മാരോ ആയിരിക്കേണ്ടതാണെന്ന് അവർ സ്വയം ചിന്തിക്കുന്നു. ചെറിയ ജോലി കിട്ടുമ്പോൾ ചിലർക്ക് എന്തെങ്കിലും തോന്നും, ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തോന്നും. എങ്കിൽ ചെറിയ തരം ജോലികളെ വിട്ടു പോകുവാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നാൽ എത്ര നിസ്സാര ജോലി ആയിരുന്നാലും അത് അതിന്റെ സ്ഥാനത്ത് വലിയ ചുമതലകൾക്കൊപ്പം പ്രധാനം. അതുകൊണ്ട് എത്ര ചെറിയ ജോലിയായാലും അത് ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നുള്ളതായ മനോഭാവത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹമുള്ളവരായി മാറും. അതിനാൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വേല നന്നായി ചെയ്തുകൊണ്ട് തുടർന്നു വരുന്ന ആളുകൾ ദൈവത്തിന് വേണ്ടി നല്ല വേലക്കാരായിരിക്കാൻ തക്കവണ്ണം അഖിലാണ്ടനാഥൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ പ്രബോധനം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. അനുഗ്രഹപൂർണമായി പ്രഭാതത്തില് ഞങ്ങളെ കേൾപ്പിച്ചതായ വചനത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒന്നുമല്ല കർത്താവേ, ഈ ഭൂമിയില് ഞങ്ങൾ എളിയവരും പാപികളും ദോഷികളുമാണെന്ന് സമ്മതിക്കുന്നു കർത്താവേ. ഞങ്ങൾ എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണം. ഏൽപ്പിച്ചിരിക്കുന്ന വേല ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിൽ കുറവുകളെ നികത്തി കർത്താവെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ എൻ്റെ കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടതായ എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ എൻ്റെ കർത്താവ് കൂട്ടായിരുന്നവരെ സംരക്ഷിക്കണം, അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപയും സാമീപ്യവും എല്ലാവരുടെ മേലും പകരുമാറാകണം. മാനവും മഹത്വം എൻ്റെ കർത്താവ് തന്നെ എടുക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.